നാളെ രാജ്യം വിടണമെന്ന് കാണിച്ച് കേരളത്തിലെ പാക് പൗരന്മാർക്ക് നൽകിയ നോട്ടീസ് പിൻവലിക്കാൻ തീരുമാനം. പൗരത്വത്തിനുള്ള അപേക്ഷ നൽകിയതിനാലാണ് പെട്ടെന്ന് നടപടി വേണ്ടെന്നുള്ള തീരുമാനമുണ്ടാകുന്നത്. കൊയിലാണ്ടി സ്വദേശി ഹംസ ഉൾപ്പെടെ 3 പേർക്കായിരുന്നു നോട്ടീസ് ലഭിച്ചിരുന്നത്. മുഹമ്മദ് ഷഹീദ് വിവരങ്ങൾ നൽകും. ഷഹീദ്, വളരെ വല്ലാത്തൊരു അവസ്ഥയിലായിരുന്നു ഈ 3 പേരും ഉണ്ടായിരുന്നത്. എന്തു ചെയ്യുമെന്നറിയാത്തൊരവസ്ഥ. അവിടെയാണ് തുടരാമെന്നുള്ളൊരു തീരുമാനത്തിലേക്ക് എത്തുന്നത്. ആരിൽ നിന്നാണ് ഇപ്പോൾ ഈ ഒരു നിർദ്ദേശം ലഭിച്ചിരിക്കുന്നത്? ഇത് ഇവരെ നേരിട്ട് അറിയിച്ചോ? അക്ഷയ, രാജ്യം വിടണമെന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് കോഴിക്കോട് സ്വദേശികളായ കോഴിക്കോട് റൂറൽ പോലീസ് സ്റ്റേഷൻ പരിധിയിൽ താമസിക്കുന്ന 3 പേർക്കാണ് പോലീസ് നോട്ടീസ് നൽകിയിരുന്നത്. ഇവരുടെ നോട്ടീസാണ് ഇപ്പോൾ പിൻവലിക്കാൻ വേണ്ടി പോലീസ് തന്നെ തീരുമാനിച്ചിരിക്കുന്നത്. കൊയിലാണ്ടി സ്വദേശിയായ ഹംസ, വടകര സ്വദേശിനിയായ കമറുന്നിസ, ഇവരുടെ സഹോദരി കൂടിയ അസ്മ, ഇവർക്കായിരുന്നു നോട്ടീസ് നൽകിയിരുന്നത്. പാക് പൗരത്വം ഉണ്ട് എന്ന് കണ്ടെത്തിയതിനെ തുടർന്നാണ് പോലീസിന് നടപടി ഉണ്ടായിരുന്നത്. പാക് പൗരന്മാരാണെങ്കിലും ഇവർക്ക് മലയാളി വേരുകളുള്ളവരാണ്. ഹംസ കേരളത്തിൽ ജനിച്ചവരാണ്. ഒപ്പം തന്നെ ഹംസ ഇടക്കാല ഉത്തരവ് ഹൈക്കോടതിയെ സമീപിച്ച് ഇന്ത്യയിൽ തുടരാനുള്ള ഇടക്കാല ഉത്തരവ് സമ്പാദിച്ചിരുന്നു. ഒപ്പം തന്നെ പോലീസ് ചൂണ്ടിക്കാണിക്കുന്നത് ഇവർ ഇന്ത്യൻ പൗരത്വത്തിനുള്ള അപേക്ഷ നൽകിയിരിക്കുകയാണ്. അപേക്ഷ സർക്കാരിന്റെ പരിഗണനയിലാണ്. ഈ സാഹചര്യത്തിൽ ആണ് പെട്ടെന്ന് തന്നെ രാജ്യം വിട്ടു പോകാനുള്ള നോട്ടീസ് നൽകുന്ന ഒരു നടപടി, അത് തൽക്കാലം പിൻവലിക്കാനുള്ള ഒരു തീരുമാനത്തിലേക്ക് പോലീസ് പോയിരിക്കുന്നത്. സർക്കാരിന്റെ തലത്തിലുള്ള ഉന്നത തലത്തിലുള്ള ഒരു നിർദ്ദേശം ഇക്കാര്യത്തിൽ ലഭിച്ചിട്ടുണ്ട്. അതിനെ തുടർന്നാണ് ഇങ്ങനെയൊരു നീക്കമുണ്ടായതെന്നാണ് പോലീസ് വൃത്തങ്ങളിൽ നമുക്ക് ലഭിക്കുന്ന വിവരം. ഈ അവസാന കാലത്ത് രാജ്യം വിട്ട് എങ്ങോട്ട് പോകുമെന്ന് അറിയാതെ ആശങ്കയിലാണെന്നൊക്കെ നമ്മോട് രാവിലെ ഹംസ ഉൾപ്പെടെയുള്ളവർ നമ്മോട് പറഞ്ഞിരുന്നു. ഇന്ത്യയിൽ തന്നെ, കേരളത്തിൽ തന്നെ ജനിച്ചതാണ്, ഇവിടെ തന്നെ മരിക്കാനാണ് ആഗ്രഹമെന്നുമൊക്കെ അദ്ദേഹം പറയുന്നുണ്ടായിരുന്നു. നോട്ടീസിൽ വലിയ ആശങ്കയൊക്കെ അദ്ദേഹം പ്രകടിപ്പിച്ചിരുന്നു. ഇതിന് പിന്നാലെയാണ് ഇപ്പോൾ സർക്കാരിന്റെ അല്ലെങ്കിൽ പോലീസിന്റെ ഭാഗത്തു നിന്നും ഇത്തരമൊരു നീക്കം ഉണ്ടായിരിക്കുന്നത് എന്നുള്ളത് തന്നെയാണ്. തുടർ നടപടികൾ, അതായത് ആദ്യം നോട്ടീസ് നൽകുന്നു, പിന്നീട് അത് അനുസരിക്കാത്ത പക്ഷം, രാജ്യം വിട്ടു പോകാത്ത പക്ഷം തുടർ നിയമ നടപടികൾ എടുക്കുമെന്നായിരുന്നു പോലീസ് നോട്ടീസിൽ പറഞ്ഞിരുന്നത്. തൽക്കാലം നോട്ടീസ് പിൻവലിക്കാൻ തീരുമാനിച്ച സാഹചര്യത്തിൽ അത്തരമൊരു നടപടിയിലേക്ക് കടക്കുകയില്ല എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അക്ഷയ. ശരി, മുഹമ്മദ് ഷഹീദാണ് വിവരങ്ങൾ നൽകുന്നത്. ഏറെ ആശ്വാസമാണ് 3 പേരെ സംബന്ധിച്ചിടത്തോളം. കോഴിക്കോട് സ്വദേശികളായ 3 പേർക്ക് നോട്ടീസ് ലഭ്യമായിരുന്നു രാജ്യം വിടാനായി. അതിലാണിപ്പോൾ ഒരു ഇളവ്, അല്ലെങ്കിൽ ഇവരെ പൗരത്വത്തിനായി അപേക്ഷിച്ചതുകൊണ്ടുള്ള ഇവരെ പരിഗണിക്കുന്ന രീതി ഉണ്ടായിരിക്കുന്നത്.